ഇപ്പാങ് ജുമാ മസ്ജിദിൽ നിന്ന് യൂനുസ് ചേരുന്നുണ്ട്. യൂനുസ്, അവിടെ ആരുടെയൊക്കെ മൃതദേഹമാണ് അവിടെ ഖബറടക്കുന്നത്? അതൊക്കെ ആ ചടങ്ങുകളൊക്കെ ആരംഭിക്കുന്നത് എപ്പോഴാണ്? നൗഫൽ, ഇവിടെ രണ്ടുപേരുടെ മൃതദേഹം ഖബറടക്കി. അതൊരു ഈ സ്കൂളിലെ ജീവനക്കാരിയായ സാജിദ, അതോടൊപ്പം തന്നെ മറ്റു ടീച്ചറായ ഷക്കീല എന്നിവരുടെ മൃതദേഹം അല്പം മുമ്പ് ഈ പള്ളി ഖബർസ്ഥാനിൽ ഖബറടക്കുകയും ചെയ്തു. ഇനി ഇവിടെ ഖബറടക്കാറുള്ളത് റംല ടീച്ചറുടെ മൃതദേഹം ഇവിടെ ഖബറടക്കും. ഏതായാലും ഇപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് രണ്ടുപേരുടെ മൃതദേഹം ഖബറടക്കിയത്. മറുഭാഗത്ത് റംല ടീച്ചർക്കായി ഇപ്പോൾ ഖബർ തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉടൻ തന്നെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് മൃതദേഹം എത്തിക്കും. അതിനുശേഷം പള്ളിയിലെ പ്രാർത്ഥന കഴിഞ്ഞാൽ ഈ മൃതദേഹം ഖബറടക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും വലിയൊരു നൊമ്പരം, നാട്ടുകാരടക്കം വലിയ ദുഃഖത്തിലാണ്, വലിയ സങ്കടത്തിലാണ്. നമുക്കറിയാം, വലിയൊരു ദുരന്തം, ഈ നാട് കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ നമ്മോടൊപ്പം ഈ ഖബറടക്ക ബന്ധപ്പെട്ട പ്രചരണത്തിനുണ്ടായിരുന്ന പ്രവർത്തകൻ ചേരുന്നു. എവിടെയാണ് ഇപ്പോൾ രണ്ടുപേരുടെ ഖബർ ഇപ്പം മറവ് ചെയ്തത് മേലെയാണ്. ഇതിൻ്റെ മേലെ ഭാഗത്തായിട്ട് മറവ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഷക്കീല ടീച്ചറും സാജിദ എന്ന് പറഞ്ഞ അവിടെ ഭക്ഷണത്തിൻ്റെ ജോലി ചെയ്തിരുന്നതാണ്. പിന്നെ ഇനിയുള്ളത് റംല ടീച്ചറെ ആണ് മറവ് ചെയ്യാണ്. അതിൻ്റെ ഖബർ ഇവിടെയാണ്. പള്ളിക്ക പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞാൽ മറവ് ചെയ്യും. മജീദ് മാഷ് ഇവിടുന്ന് സൗത്ത് പാങ് അമ്പലപ്പറമ്പ് മാട്ടാത്തുകുളമ്പ് പറയും. മജീദ് മാഷയും ഭാര്യൻ്റെയും മയ്യത്ത് അതേ സമയത്ത് തന്നെ മറവ് ചെയ്തിട്ടുണ്ട്. സൂറത്ത് അത് വെസ്റ്റ് പാങ്ങിലാണ്. അത് മറവ് ചെയ്തിട്ടുണ്ട്. മോൻ്റെ മറവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആശ ടീച്ചറതും HM-ൻ്റെ ആണ്. അത് ഇവിടുന്ന് വിട്ടിട്ടാണ് പാലൂര് കുളത്തൂരൊക്കെയാണ് കൊണ്ടുപോയിട്ടാണ്. തന്നെയാണ് നൗഫൽ അവർ പറയുന്നത്. ഇപ്പൊ ഇനി ഖബറടക്കാനുള്ളത് റംല ടീച്ചറുടെ മൃതദേഹം മാത്രമാണ് ഖബറടക്കാനുള്ളത്. ബാക്കി എല്ലാവരുടെ മൃതദേഹം ഖബറടക്കി എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാവരും നാടിനെ വളരെ ദുഃഖത്തിലാക്കിയ ഒരു സംഭവം നമുക്കറിയാം. വെക്കേഷൻ കാലമാണ്. പരീക്ഷ കഴിഞ്ഞ് വിദ്യാർത്ഥികളെ യാത്രയാക്കി ഈ അധ്യാപകരും ജീവനക്കാരും ഒരു വിനോദയാത്രക്കെന്നോളം അവർ യാത്ര പോയതാണ്. തിരിച്ചു വരുമ്പോൾ 9 ആംബുലൻസുകളിലായി മൃതദേഹങ്ങളായി തിരിച്ചു വരുന്നു. സ്കൂളിനെ കാത്ത് വിറങ്ങലഴിച്ച് ആ വിദ്യാർത്ഥികൾ കണ്ണീര് പറ്റിയാണ് അവരുടെ അധ്യാപകരെ വരവേറ്റത്. നമുക്കറിയാം, അടുത്തൊരു അധ്യയന വർഷം അവർക്ക് പൂക്കൾ നൽകി ആ വിദ്യാർത്ഥികൾക്ക് മധുരം നൽകി സ്വീകരിക്കേണ്ട അധ്യാപകരാണ്. അവിടെ ഒരൊറ്റ അധ്യാപക മാത്രം ബാക്കിയായി എന്നുള്ളതാണ് വളരെ സങ്കടകരമായ, ദുഃഖകരമായ, ഈ നാട് കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ഒരു ദുരന്തമാണ്. നമുക്കറിയാം, 9 ജീവനുകൾ നഷ്ടമായി, 4 പേർക്ക് ഗുരുതര പരിക്ക്. ഏതായാലും വളരെ നാട് ഇത്രത്തോളം ജനങ്ങൾ, ആയിരക്കണക്കിന് ആളുകൾ മണിക്കൂറോളം വെയിലത്ത് കാത്തുനിന്ന് ഈ നാടിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ മക്കൾക്ക്, അവരുടെ കുട്ടികൾക്ക് അറിവ് നൽകിയ, വിജ്ഞാനം നൽകിയ ഈ അധ്യാപകർക്ക് അവർ യാത്രാമൊഴി നൽകി എന്നുള്ളതാണ്. കനത്ത വെയിലിലും ആയിരക്കണക്കിന് ആളുകൾ എത്തി അവർക്ക് യാത്രാമൊഴി നൽകി. ഇനി ഉടൻ തന്നെ അല്പസമയത്തിനകം ഈ റംല ടീച്ചറെ ഖബറടക്കും. ഈ മൃതദേഹം ഉടൻ തന്നെ പള്ളിയിലെത്തിക്കും. പള്ളിയിലെത്തി പള്ളിയിലെ പ്രാർത്ഥന പൂർത്തിയാക്കിയതിനു ശേഷം ഉടൻ ഖബറടക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നൗഫൽ, തീരാനൊമ്പരം ബാക്കിയാക്കിയ ഒരവധികാലമായിരിക്കും ഇനി ആ കുട്ടികളുടെയും നാട്ടുകാരുടെയും മനസ്സിൽ ഉണ്ടാവുക. അത്രത്തോളം സ്നേഹിച്ചിരുന്ന ഒരു അധ്യാപകരെയാണ് അവർ യാത്രയാക്കിയിരിക്കുന്നത്. അധ്യാപകരെ മാത്രമല്ല, ആ സ്കൂളിനൊപ്പം ജീവിച്ചിരുന്ന മറ്റു പലരെയും അവർ യാത്രയാക്കി കഴിഞ്ഞു.